ഹാങ്ങിങ് പ്യൂർ ഹാങ്ങിങ് ആണെങ്കിൽ സലൈവ ഒഴുകി വന്ന പാട് കാണാൻ പറ്റും. അപ്പം നമുക്ക് നിങ്ങളെല്ലാം ജാഗ്രത സിനിമ കണ്ടതാണല്ലോ. അപ്പോൾ അതിലിങ്ങനെ പറയത്തില്ലേ, ഹാങ്ങിങ് ആണ്, ലൈഗേജ് സലൈവറി ഡ്രിബിൾ ഉണ്ട്. അപ്പോൾ പോലീസ് സർജൻ പറയും അത് ഹാങ്ങിങ് തന്നെയാണ്, എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ സലൈവ ഒഴുകി വരുന്ന പാട് സാധാരണഗതിയിൽ ഹാങ്ങിങ്ങിലാണ് ഉണ്ടാവുക. ആ ജാഗ്രത എന്ന് പറഞ്ഞ CBIയുടെ ആ സെക്കൻഡ് സീരീസ് സിനിമയിൽ അതങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനത്തെ കേസുകളുണ്ട്. അതിലും ഈ ഹാങ്ങിങ് ആണ്, ഒബ്ലിക് മാർക്കായിരുന്നു, സലൈവറി മാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ദേഹം മുഴുവൻ ചതവുകളായിരുന്നു. ഈ ചതവുകൾ വന്നപ്പോൾ അങ്ങനെ വന്ന് അത്രയും ഇഞ്ചുറി വരാനുള്ള ഒരു സ്ത്രീ ആയിരുന്നു, ദേഹം മുഴുവൻ ചതവുകളാണ്. അപ്പോൾ ആ അത്രയും ഇഞ്ചുറി വരുന്നത് ഒരു ഹാങ്ങിങ്ങിൽ വരാനില്ല, സാധ്യതയില്ല മറ്റു സ്ഥലങ്ങളിൽ. അപ്പം നമുക്കതൊരു ഹോമിസിഡൽ ഹാങ്ങിങ് ആകാമോ? അപ്പോൾ അതെങ്ങനെ ഹോമിസിഡലായിട്ട് കെട്ടിത്തൂക്കാൻ പറ്റും? ഇതുപോലെ നമ്മൾ ബാക്കിൽ നിന്ന് വേണമെങ്കിൽ കെട്ടിത്തൂക്കാം, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയ ഒരാളിനെ കെട്ടിത്തൂക്കുമ്പോഴും അവർ അൺകോൺഷ്യസ്നെസ് മാറി കോൺഷ്യസ് ആയിട്ട് പക്ഷെ മരിച്ചു പോവും, ഹാങ് ചെയ്യും. അപ്പോൾ അത് ഇതുപോലെ ആയിരുന്നു. ഒരാൾ ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, മരിച്ചു പോയെന്നുള്ള തോന്നൽ വന്നപ്പം അവരെ കെട്ടിത്തൂക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയതാണ്. പോലീസ് പിന്നെ ഹാങ് ചെയ്തത് പോലെയാണ്, ഹാങ്ങിങ് ആണത്. പക്ഷെ സാധാരണഗതിയിൽ ഹാങ്ങിങ് ഒക്കെ സൂയിസൈഡാണ്. റെയർ ആയിട്ട് ഇതുപോലെ ഹോമിസിഡൽ ഹാങ്ങിങ്ങും വരാം. പിന്നെ ഒരു സാഹചര്യം വരുന്ന ഏതെങ്കിലും രീതിയിൽ കൊന്നിട്ട് കെട്ടിത്തൂക്കുന്ന, അപ്പം